ഇത് നമ്മളെ മധുരക്കിഴങ്ങ്, നമ്മളിവിടെ കപ്പക്കിഴങ്ങ് എന്ന് പറയും, ചിലയിടത്ത് മധുരക്കിഴങ്ങ് എന്നാൽ വേറെന്തെല്ലോ പേര് പറയുന്നത് കേൾക്കാം. ഇത് ഞാൻ മധുരക്കിഴങ്ങ് നല്ലോണം കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് ഞാനിന്ന് ഇതിനെക്കൊണ്ട് ഒരു വെറൈറ്റി ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് നോക്കട്ടെ. എന്നാന്ന് പറഞ്ഞാൽ മിക്സീൻ്റെ ജ്യൂസിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്, ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്, വേവിച്ചതാണേ, ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഇട്ടിട്ടുള്ളൂ. ഇത് ഫസ്റ്റിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് എത്രത്തോളം എല്ലാവരും കുടിക്കുമെന്നോ അല്ലേ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ അടിച്ചെടുക്കുന്നുള്ളേ. 2 അണ്ടിപ്പരിപ്പിടാം. കുടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാം പോക്കല്ലേ, അതുകൊണ്ട് കുറച്ചാണ് ഉണ്ടാക്കുന്നുള്ളേ. അപ്പോൾ 2 ഏലക്കായ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാല്, ഇനി നമ്മളെ മധുരത്തിൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും പാലും അണ്ടിപ്പരിപ്പ് ഏലക്കായെല്ലാം ചിലപ്പോൾ പോക്കായിരിക്കും, ചിലപ്പം നല്ലതായിരിക്കും. എന്തായാലും ഒന്ന് അടിച്ച് നോക്കട്ടെ ഞാൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുകയാണെങ്കിൽ കുടിക്കാം. ഇതാ എൻ്റെ അടിപൊളി മധുരക്കിഴങ്ങ് ജ്യൂസ്. എന്താ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനിയിപ്പോൾ ഒന്ന് കുടിച്ച് നോക്കട്ടെ അതിൻ്റെ ടേസ്റ്റ് എന്തെന്നാന്ന്, എന്നിട്ട് പറഞ്ഞുതരാം. ശരിക്കില്ല, ഇതൊരു പാൽപ്പായസമോ അല്ല എന്തിൻ്റെ ഷെയ്ക്കോ കുടിക്കുന്ന പോലെ ഉണ്ട്. ഒരടപ്രഥമം കുടിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ, അടിപൊളി ഒരു ഐറ്റമാണ്. മധുരക്കിഴങ്ങ് നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മൾ മധുരക്കിഴങ്ങെന്നൊന്നും പറയുമല്ലോ, കപ്പക്കിഴങ്ങെന്നേ പറയുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ വയ്ക്കും കപ്പക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ പൂള കപ്പ അതല്ലേ, അതല്ല. ഇത് മധുരമുള്ള ഈനും കപ്പക്കിഴങ്ങെന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ കേട്ടോ. ഏലക്കായൻ്റെ ചൊയയും അണ്ടിപ്പരിപ്പിൻ്റെ ഒരു എല്ലാം കൂടി പാലും പഞ്ചസാര എല്ലാം കൂടി ആയിട്ട് വരുമ്പോൾ നല്ലൊരു രസമുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നതുകൊണ്ട് പറയുന്നില്ല, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ, അടിപൊളി ടേസ്റ്റ്. നമുക്ക് വിരുന്നുകാരെല്ലാം വരുമ്പോൾ ചിലപ്പം പറയാണ്ടൊന്ന് ഉണ്ടാക്കി നോക്കാം, കൊടുത്തു നോക്കാം.